പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. SFCNA 19ാമത് കൺവെൻഷൻ്റെ 3-ാം ദിവസം രാത്രിയിൽ കർത്താവിൻ്റെ വചനം സംസാരിക്കുവാനായി ഈ വിധമായി ദൈവം നൽകുന്ന ഈ പ്രത്യേക നിയോഗത്തിനായിട്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. ഇങ്ങനെയുള്ള വേദികളും ദൈവവചന ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങളുമൊക്കെ ഇതൊരു നിയോഗമായി കാണുവാനാണ് എനിക്കിഷ്ടം. അതങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ ആലോചനയെക്കാട്ടിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ നിൽക്കണമെന്നും ദൈവവചനം സംസാരിക്കണമെന്നും സ്വർഗത്തിലെ ഒരു പ്ലാനിൽ അപ്പോയിൻറ്റഡ് ആക്കി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ എനിക്കൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വാക്കുകൾ ഒന്നുപോലും വിട്ടുപോകാതെ സംസാരിക്കാൻ ഒക്കണമേ. ദൈവം ഏൽപ്പിക്കാത്ത ഒരു വാക്കുപോലും പറയുവാൻ അനുവദിക്കരുതേ. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ എന്ന കുറുവാക്യത്തെ ആസ്പദമാക്കി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത് ഒരു വലിയ ചോദ്യചിഹ്നത്തിലൂടെ ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ തന്നെ ചിന്തിക്കുന്നത് we are the chosen ones, we are the covenant people, we are elected by God, why then God is turning against us എന്നുള്ള ഒരു വലിയ ചോദ്യം. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞങ്ങളെങ്കിൽ എന്തിനാണ് ദൈവം ഞങ്ങളെ മറ്റുള്ള രാജ്യത്തിൻ്റെ കൂടെയിട്ട് പണിഷ് ചെയ്യാൻ നിൽക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാന പ്രമേയം. ദമസ്കസിനെയും ഗസയെയും ടയറിനെയും ഏദോനിനെയും അമ്മോന്യരെയും മോവാബിനെയും അടിക്കുമെന്ന് പ്രവാചകൻ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ 6, 9, 11, 13 2:1 6 ദേശങ്ങളെക്കുറിച്ച് പറയുകയാണ്. യു വിൽ നോട്ട് എസ്കേപ്പ് എന്നാണ് ആമോസ് പ്രവാചകൻ പറയുന്നത്. എന്നാൽ യഹൂദ സദേൺ കിങ്ഡമായ തെക്കിൽ താമസിക്കുന്ന 2 ഗോത്രങ്ങൾ യഹൂദ, 10 ഗോത്രങ്ങൾ വടക്ക്. അവര് ചിന്തിക്കുന്നത് ഈ ദൈവത്തിൻ്റെ കൂടല്ലേ നമ്മൾ, ഈ ദൈവം നമ്മുടെ കൂടും, നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുകയല്ലേ. അപ്പോഴാണ് ആമോസ് പ്രവാചകന്റെ വാക്കുകൾ ഒരല്പം പോലും കോംപ്രമൈസോ മൃദുലതയോ ഇല്ലാതെ അതിൻ്റെ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ആമോസ് പ്രവാചകൻ പറയുന്നു, ഞാൻ യഹൂദയിൽ, അടുത്ത വാക്ക് കാണുന്നവരുണ്ടെങ്കിൽ എന്നോടൊപ്പം ഒന്ന് ഉറക്കെ ആ വാക്ക് പറയാമോ? ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും. ഇത് അവരെ സംബന്ധിച്ച് വിശ്വസിക്കാനൊക്കാത്ത കാര്യമാണ്. ഗസയിൽ തീ അയക്കുമെന്ന് പറഞ്ഞാൽ we can understand. മോവാബിൽ ഇസ്രായേലിനെ എതിർക്കുന്നവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ okay, they did not accept the Lord, they did not walk as per the statutes of God, you will punish them, we can understand. But you will turn against us, you will put fire on us. ഇത് വിശ്വസിക്കാൻ വയ്യ. 2:13 പറയുന്നത്, കറ്റ കയറ്റിയ വണ്ടി അമർത്തുന്നത് പോലെ ഞാൻ നിങ്ങളെ ഇരിക്കുന്നിടത്ത് അമർത്തിക്കളയും. ആ ഭാഷകളൊന്ന് ചിന്തിച്ചേ. ഞാൻ നിങ്ങളെ അമർത്തിക്കളയുമെന്ന് ആരോടാ പറയുന്നത്? സ്വന്തം ജനത്തോട് ഞാൻ നിങ്ങളെ അമർത്തിക്കളയും. 4:2 ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ച്. ഈ ഭാഷ ചൂണ്ടയിൽ കടന്ന് പിടയ്ക്കുന്ന മത്സ്യം പോലെ യഹൂദയെ ഞാൻ നിന്നെ പിടിക്കുമെന്ന്, ഇസ്രായേലെ ഞാൻ നിന്നെ കൊളുത്തുകൊണ്ട് പിടിക്കുമെന്ന്. ഇതിന് കാരണം എന്താ എന്നുള്ളതാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ പറയുന്ന ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്നും
ഈ പറയുന്ന ദൈവം ആരാണെന്നും 4:13 എഴുതിയിട്ടുണ്ട്. ഇതൊരു ട്രൈബൽ ഗോഡ് അല്ല, ഇസ്രായേലിന്റെ കയ്യിൽ പോക്കറ്റിൽ കിടക്കുന്ന ഒരു ദൈവമല്ല. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോടവന്റെ നിരൂപണം അറിയുകയും ചെയ്യുന്ന ഉന്നതനായ ദൈവം. ഇന്ന് രാത്രി തിരിച്ചറിയണം, നമ്മുടെ കയ്യെ പിടിച്ച് നടക്കുന്ന ഈ ദൈവം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സുഹൃത്ത് മാത്രമല്ല, ഇത് നമുക്ക് തിരിക്കാനൊക്കുന്ന ഒരു മനുഷ്യനല്ല. പർവ്വതങ്ങളെ നിർമ്മിച്ചവൻ, സമുദ്രത്തിന് വരയിട്ടവൻ, ഈ വലിയ ദൈവത്തിന്റെ കൂടെ നമ്മൾ നടക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. എന്താ ഇവർ ചെയ്ത ഈ വലിയ പ്രശ്നം? തീയിട്ട് കളയുമെന്ന് പറയാൻ, ചവിട്ടി ഉരയ്ക്കുമെന്ന് പറയാൻ. What did you do, Judah? What is wrong with you? 2:4 ശ്രദ്ധിക്ക്, എന്താ ഇവർ ചെയ്ത പ്രശ്നം. 2:4 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: യഹൂദയുടെ 3-4 അതിക്രമം നിമിത്തം അവർ യഹോവയുടെ, കേൾക്കണമേ, ന്യായപ്രമാണത്തെ നിരസിക്കുകയും അവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതിരിക്കുകയും. ആ 2 വാക്ക്. മറ്റുള്ള 6 രാജ്യങ്ങളോടും ഇത് പറഞ്ഞതേ ഇല്ല. കാരണം അവർക്ക് ന്യായപ്രമാണം ഇല്ല കയ്യിൽ. അവരോട് പറഞ്ഞത് മുഴുവൻ ഹൊറിസോണ്ടൽ പ്രോബ്ലമാ, അന്യോന്യമുള്ള പ്രോബ്ലമാ. നിങ്ങൾ ചൂഷണം ചെയ്യുന്നു, നിങ്ങൾ സാധുക്കളെ ബഹുമാനിക്കാതെ അഡ്വാൻറ്റേജ് എടുക്കുന്നു. മോവാബേ, നിന്നെ അടിക്കും. ഗസയെ, അന്യോന്യം നിങ്ങൾക്ക് കിട്ടിയ ആ നാച്ചുറൽ റെവലേഷൻ, നിങ്ങൾക്ക് സാർവത്രികമായി കിട്ടിയ ധാർമ്മിക ഉപദേശങ്ങൾ, നിങ്ങളുടെ കയ്യിൽ ന്യായപ്രമാണം ഇല്ല മനസ്സിലാക്കാൻ. നിങ്ങളുടെ കോൺഷ്യൻസ് വെച്ച്, നിങ്ങൾക്ക് കിട്ടിയ സാർവത്രിക വെളിപ്പാട് വെച്ച് നിനക്ക് തീ വരുന്നു എന്നാ പറഞ്ഞത്. എന്നാ സ്വന്തം ജനത്തോട് പറയുന്നത് ഹൊറിസോണ്ടൽ പ്രോബ്ലം പറഞ്ഞല്ല തുടങ്ങുന്നത്, ഒരു വെർട്ടിക്കൽ പ്രോബ്ലം. നിന്നെ ഈ ലോകത്തിൽ നിന്നും ഞാൻ തെരഞ്ഞെടുത്തു, മറ്റാരെയും തെരഞ്ഞെടുക്കാതെ. യഹൂദയെ, നിന്നെ മാത്രം ഞാൻ തെരഞ്ഞെടുത്തു. നിന്നെ എങ്ങനെ ജീവിക്കണമെന്ന് പറയുവാൻ ആ പർവ്വതത്തിൽ നിന്നും മോശ മുഖാന്തരം ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന, ദൈവത്തിന്റെ ഹൃദയം വെളിപ്പെടുത്തുന്ന, എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ന്യായപ്രമാണം കൊടുത്തിട്ട് നീ അതിനെ നിരസിക്കുകയും അവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്തുവെന്ന ഒരു വലിയ പ്രശ്നം. രാത്രി കേൾക്കണമേ ഒരു കാര്യം. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സമയത്ത് നാട്ടിൽ നിന്നൊക്കെ വിദേശത്തിലേക്ക് വിമാനം കയറുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ അവസാനമായി ഓർപ്പിക്കുന്ന ഒരു വാക്കുണ്ടായിരുന്നു: ബൈബിൾ എടുക്കാതെ പെട്ടി അടയ്ക്കല്ലേ. മറ്റുപ്പേരി വെച്ചോ, അച്ചാറ് വെച്ചോ, തോരൻ്റെ അരിഞ്ഞെടുത്തിട്ടുണ്ടോ, ഇതൊന്നുമല്ല അവസാന ചോദ്യം. മോനെ, വിമാനം കയറുന്നത് ഉൾപ്പെടെ ഈ വചനമാടാ നമ്മളെ പണിഞ്ഞത്. എൻ്റെ മോൻ്റെ സൂട്ട് കേസിനകത്തോട്ട് ഈ ബൈബിൾ കയറ്റി വെച്ചോ എന്ന് അവസാനം ഓർപ്പിച്ച മാതാപിതാക്കൾ ഉണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിന്. ബൈബിളിങ് എത്തി എന്നുള്ളത് ശരിയാണ്. ഒന്നിനു പകരം പല വേർഷൻസ് അടുക്കി വച്ചിട്ടുണ്ട് എന്നുള്ളതും ശരിയാണ്. എന്നാൽ ഇപ്പോൾ ഒരു തലമുറ വന്നിരിക്കുന്നു, ഈ പുസ്തകം കൈ പിടിക്കാൻ പോലും അതിൻ്റെ ഒരു മാന്യത തോന്നാതെ, ഏതോ കാഷ്വലായി ഒരു ക്ലബിലേക്ക് കയറി വരുന്നത് പോലെ ഒരു മൊബൈലും പിടിച്ച് ലാഘവത്തോടെ കയറി വന്ന് പ്രസംഗം നടക്കുന്നതിൻ്റെ ഇടയിൽ ചാറ്റ് ചെയ്യുന്ന, ഫേസ്ബുക്ക് അന്വേഷിക്കുന്ന, പ്രസംഗകനെ കുറിച്ച് കമന്റ് അടിക്കുന്ന, ദൈവഭയം ഇല്ലാത്ത ഒരു തലമുറ നമ്മുടെ സമൂഹത്തിൽ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു.
ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, അല്ല ദൈവത്തിന് മൊബൈലിലാണെങ്കിലും സംസാരിക്കാനൊക്കത്തില്ലേ? ഗോഡ് ഇസ് ദ സെയിം എവ്രിവെയർ അല്ലേ? അങ്ങനല്ലേ? യെസ്, ഗോഡ് ഇസ് ദ സെയിം എവ്രിവെയർ. എൻ്റെ കയ്യിലും ഉണ്ടൊരു ടാബ്, എൻ്റെ കയ്യിലും ഉണ്ടൊരു മൊബൈല്. ഗോഡ് ഇസ് ദ സെയിം എവ്രിവെയർ, ബട്ട് വി ആർ നോട്ട് ദ സെയിം എവ്രിവെയർ. ദൈവവചനം കൈ പിടിച്ചോണ്ടിരിക്കുമ്പോ എൻ്റെ മുമ്പിൽ ദൈവവചനം മാത്രമേ ഉള്ളൂ. ഈ വചനത്തിന് പകരം എൻ്റെ കയ്യിൽ ഒരു ഫോൺ ഇരിക്കുമ്പോ അറിയാതെ എനിക്ക് തോന്നും ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജ് ഒന്ന് നോക്കിയേക്കാം, ഫേസ്ബുക്കിലോട്ടൊന്ന് നോക്കിയേക്കാം. എന്ന് രാത്രി കേൾക്കണമേ, ഒരു കാര്യം ദൈവം നോക്കുന്നു. ന്യായപ്രമാണം കിട്ടിയ ദൈവമക്കളെ, ന്യായപ്രമാണം കൈ കിട്ടിയ വിശുദ്ധന്മാരെ, സമയമെടുക്കാറുണ്ടോ വണ്ടിയിൽ പോകുമ്പോ? I am playing sermons. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. When I am going for morning walk, I am listening to sermons. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. സമയം വേറിട്ട് ഈ വചനത്തിന്റെ മുമ്പിൽ വിറച്ചുകൊണ്ട് എന്നോട് സംസാരിക്കണമേ. അങ്ങ് തന്ന ന്യായപ്രമാണം എനിക്കറിയണം. ഇതെന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ എനിക്ക് ആഗ്രഹമാണ്. ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ ഒരു പ്രകാശനം തന്ന ഞാൻ നിങ്ങളോട് പറയാം. ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുകയാണ്. പല പ്രാവശ്യം വായിച്ചിട്ടുള്ള വാക്യമായിരിക്കാം, എന്നാൽ മറനീക്കി വെളിപ്പാടിനെ തരുവാൻ ദൈവം കാത്തിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടോ? അനേകം പ്രാവശ്യം വായിച്ചതാ, ഒരുപാട് അണ്ടർലൈനും ഇട്ടിട്ടുണ്ട്. ബട്ട് ഇഫ് യു സെറ്റ് aside time in the presence of God, ഈ ബൈബിളുമായിട്ട് പ്രാർത്ഥനാ മുറിയിൽ കയറി എനിക്ക് കിട്ടിയ ന്യായപ്രമാണം മറക്കാൻ ഞാൻ തയ്യാറല്ല. എന്നോട് സംസാരിക്കണമേ. എൻ്റെ കുടുംബജീവിതം എങ്ങനെയായിരിക്കണം എന്നോട് സംസാരിക്കണമേ. എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്നോട് സംസാരിക്കണമേ എന്നിരിക്കുന്ന ഒരു തലമുറയെ ഇൻസൈറ്റുകൾ തരുവാൻ സ്വർഗം ആ മുറികളിൽ, ആ ബൈബിൾ സ്റ്റഡിയിൽ, ഹെവൻ വിൽ ടച്ച് യുവർ പ്രയർ റൂം. ഇതുവരെ കണ്ടിട്ടില്ലാത്തത് പുസ്തകത്തിൽ നിന്ന് കാണിക്കുവാൻ ദൈവം തയ്യാറായി നിൽക്കുന്നു. ബട്ട് വി ഷുഡ് സെറ്റ് aside time. നമ്മുടെ ശരീരത്തെ നോക്കുവാൻ നമ്മൾ കാണിക്കുന്ന ഉത്സാഹമെങ്കിലും ആത്മമനുഷ്യന്റെ പോഷണത്തിനായി ദൈവം തന്നിരിക്കുന്ന വചനം ധ്യാനിക്കാൻ നമ്മൾ സമർപ്പിതരാകണം. ആരും ഇവിടെ കൈവക്കണ്ട. പക്ഷെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നല്ല ശതമാനം വിശ്വാസികളും ബൈബിൾ വായിക്കുന്നില്ല എന്നുള്ളതാണ്. സൺഡേയിൽ സങ്കീർത്തനങ്ങളൊക്കെ ഉള്ളപ്പം സാധാരണ ആൾക്കാർ പറയാറുണ്ട്, ശ്രദ്ധിച്ചാൽ മതി, അന്ന് വായിച്ച സങ്കീർത്തനത്തിൻ്റെ 2 പേജ് ഇപ്പുറത്തോട്ടോ 2 പേജ് ഇപ്പുറത്തോട്ടോ ആയിരിക്കും എന്നെ സന്തോഷിപ്പിച്ച വാക്യം ഇരിക്കുന്നത്. കാരണം ആ ആഴ്ചയിൽ ആകെക്കൂടെ ബൈബിൾ തുറന്നത് സങ്കീർത്തനം ഒരാൾ വായിക്കാൻ കയറിയപ്പോഴാണ്. 89 ആണെങ്കിൽ സന്തോഷിപ്പിച്ച വാക്യം 87 നിന്നായിരിക്കും. 2 പേജ് മറിക്കാനുള്ള സമയമേ കിട്ടിയുള്ളൂ. ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ നിന്നും എനിക്ക് വിശ്വസിക്കാൻ ആഗ്രഹം, ഒരു തലമുറ എഴുന്നേൽക്കാൻ പോവുകയാണ്. വചനത്താൽ നിറയപ്പെട്ടൊരു തലമുറ. ഓരോ ദിവസവും അവർ കാണുന്നവരോട് അവരോട് പറയാൻ ഒരു ഫ്രഷ് വേർഡ് ദൈവം തരുന്ന ഒരു തലമുറ. ആ ഓവനിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത് അറിവിനെ കൂട്ടാൻ മാത്രമുള്ളതല്ല. ഞാൻ പറയുന്നത് അറിവിനെ കൂട്ടി കൺഫ്യൂസ്ഡ് ആയി ഒരു തലമുറ മാറുമ്പോൾ എൻ്റെ ധ്യാനത്തിൽ തീ കത്തി എന്ന് പറയുവാൻ, ആ കത്തിയവന്റെ മുഖത്ത് തന്നെ ആ വചനത്തിന്റെ പ്രകാശനം വരുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. എന്താ ഈ യഹൂദ ന്യായപ്രമാണം നിരസിച്ചത്? എൻ്റെ ചോദ്യം മുഴുവൻ അതാ എന്നോട്. ജൂഡാ, നിങ്ങൾക്ക് അറിയത്തില്ലേ ന്യായപ്രമാണത്തിൻ്റെ പ്രാധാന്യം? നിങ്ങൾ എന്താ ഇതിനെ നിരസിച്ചത്? നിങ്ങൾ എന്താ ഇതിനെ നിരസിച്ച് ഇതിൽ നടക്കാഞ്ഞത്? എൻ്റെ മനസ്സിൽ വന്ന കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. 2-3 കാരണമുണ്ട്. ഒന്ന്, they don't feel the need for it. ഇന്നലെ കേട്ടില്ലേ ഇവരുടെ അവസ്ഥ? ഇപ്പോ ആമോസ് പ്രവാചകൻ 6:4 മുതൽ എഴുതി വെച്ചിട്ടുണ്ട്.
ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലുകളിൽ ചാരിക്കിടക്കുകയാണ്. അതിൻ്റെ കൂടെ വീണാനാദത്തോടെ വ്യർത്ഥ സംഗീതവുമുണ്ട്. ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ് മ്യൂസിക് ഹാസ് ഓൾമോസ്റ്റ് റീപ്ലേസ്ഡ് ദ വേർഡ് ഓഫ് ഗോഡ്. പലരും ചിന്തിക്കുന്നത് കുറച്ച് ഗിറ്റാർ ഇട്ടടിച്ചാൽ അത് ബൈബിളിന് പകരമാണെന്നാ. ബൈബിളിന് അത് പകരമാകത്തില്ല. മ്യൂസിക് എന്നുള്ളത് ഇറ്റ് ഈസ് എ മീൻസ് ടു വർഷിപ്പ് ദ ലോർഡ്, ബട്ട് ഇറ്റ് cannot replace the indispensable oracles of God. ദൈവവചനത്തിൻ്റെ സമയം കുറച്ച് വെച്ച് നമുക്ക് കുറച്ചുകൂടെ അങ്ങ് പാട്ടുപാടാമെന്ന് പറഞ്ഞാൽ അത് ഉണർവിൻ്റെ ലക്ഷണമല്ല, അത് വീഴ്ചയുടെ ലക്ഷണമാണ്. ഓരോ സാങ്ച്വറിയിലും ഏറ്റവും പ്രാമുഖ്യമായ സമയം നിൽക്കേണ്ടത് അതല്ലേ ഈ പുൾപിറ്റ് സെന്ററിൽ വരാൻ തന്നെ കാര്യം. ബിക്കോസ് when God speaks, I listen. It's not about what I feel. It is about what He wants to communicate to me. എനിക്കെന്ത് തോന്നുന്നു എന്നുള്ളതല്ല, ദൈവത്തിന് എന്നോട് ഇടപെടാനുള്ളത് എന്ത് എന്ന് കേൾക്കണമെങ്കിൽ ഞാൻ വചനത്തിൻ്റെ മുമ്പിൽ വന്നാലേ സാധ്യമാകുകയുള്ളൂ. ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലുള്ളപ്പോൾ ചാരിക്കിടക്കുമ്പോൾ എന്തോ മെഡിറ്റേഷൻ്റെ കാര്യമാണ് പറയുന്നത്. വീണാനാദത്തോടെ ഇങ്ങനെ പെരുക്കിക്കൊണ്ടിരിക്കുക സംഗീതം, അവിടെ വേർഡ് അങ്ങ് ഒലിച്ചു പോകുന്നത് പോലെ. പിന്നെ ശ്രദ്ധിക്കണമേ, ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. യഹൂദയുടെ കയ്യിൽ നിന്ന് ഈ ന്യായപ്രമാണം അവര് നിരസിച്ച് തിരസ്കരിക്കാൻ ഒരു പ്രധാന കാരണം ഞാൻ കാണുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ തെക്കിലെ യഹൂദ അവർക്ക് ഒരുപാട് നിഗളമുണ്ട്, പ്രൈഡ്. എന്താ പ്രൈഡ് എന്ന് ചോദിച്ചാൽ, വി ആർ നോട്ട് ലൈക്ക് ദ നോർത്ത്. വടക്ക് 10 ഗോത്രങ്ങൾ പോലല്ല ഞങ്ങൾ. വി ഹാവ് ജെറുസലേം. യെരുശലേം ഞങ്ങളുടെ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇത് സിറ്റി ഓഫ് ഡേവിഡ് ആണ്, ഇത് ദാവീദിന്റെ നഗരമാണ്. ഈ ആമോസ് പ്രവാചകൻ BC 750 എഴുതുമ്പോൾ യെരുശലേം ദേവാലയത്തിലെ പ്രധാന പുരോഹിതന്റെ പേര് അസര്യ. ഈ അസര്യ ഒരു സാധാരണ മനുഷ്യനല്ല. ഈ അസര്യ എങ്ങനെയുള്ളൊരു മനുഷ്യനാണെന്ന് അറിയണമെങ്കിൽ 2 ക്രോണിക്കിൾസ് 2 ദിനവൃത്താന്തം 26:16 വാക്യം നോക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: എന്നാൽ അവൻ ബലവാനായപ്പോൾ. ആരാന്നറിയാമോ? ഉസിയ രാജാവ്. ഇത് ആമോസ് പ്രവാചകൻ 1:1 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഉസിയാവ് യഹൂദ രാജാവായിരുന്നപ്പോൾ, യെരോബെയാം ഇസ്രായേലിന്റെ രാജാവായിരുന്നപ്പോൾ, ഉസിയാവിൻ്റെ സമയത്ത് കേൾക്കണം ആ വാക്ക്, അവൻ ഉസിയാവ് രാജാവ്, യഹൂദയിലെ രാജാവ് ബലവാനായപ്പോൾ. അയ്യോ, ആ വാക്കുകൾ എത്ര ശ്രദ്ധിക്കണം. നമ്മുടെ ബലം കൂടുമ്പോൾ ശ്രദ്ധിച്ചോണം. അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. എപ്പോൾ ശക്തി കൂടുമ്പോഴും ശ്രദ്ധിച്ചോണം, ഹൃദയം മാറാനുള്ള സാധ്യതയുണ്ട്. ശക്തി കൂടുന്തോറും ഹൃദയം മാറും. ശക്തി കൂടുന്തോറും നിഗളം വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഉസിയാവ് ചെയ്തത് എന്താണെന്നറിയോ? രാജാവ് പൊളിറ്റിക്കൽ ഫിഗറാണ്. പക്ഷെ ചെയ്തത്, അവൻ തൻ്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്ത് ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. ആരെ പേടിക്കാനാ? ഉസിയ രാജാവല്ലേ, പവർഫുൾ കിങ് ആണ്. കിങ്ഡം ഡിവിഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം സെറ്റിൽ ഡൗൺ ആയി, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, പ്രോസ്പെരിറ്റി എല്ലാം ഉള്ള സമയത്ത് രാജാവ് കയറി വരിക നേരെ ടെമ്പിളിലോട്ട്. ആ ധൂപപീഠത്തിൽ എനിക്ക് ഒരു ആരാധന കഴിക്കണം. ആരാന്ന് അവിടെ പാസ്റ്ററായിരിക്കുന്ന ആരാന്നറിയോ? പാസ്റ്ററായിട്ടിരിക്കുന്ന അസര്യ പറയുക 17 വാക്യത്തിൽ, അസര്യ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായ യഹോവയുടെ 80 പുരോഹിതന്മാരും അവൻ്റെ പിന്നാലെ അകത്ത് ചെന്ന് ഉസിയ രാജാവിനെ തടുത്ത് അവനോട്. അപ്പൊ യഹൂദയുടെ പ്രൈഡ് എന്താണെന്നറിയോ?
വടക്കുകാരെ, നിങ്ങൾക്കൊണ്ടൊരു പാസ്റ്റർ. ആ പാസ്റ്ററുടെ പേരെന്തോന്നറിയാമോ? അമസ്യ. അതെങ്ങനത്തെ പാസ്റ്ററാ? ഇന്നലെ ഞാൻ കാണിച്ചില്ലേ, 7:12-13 ആമോസ് പ്രവാചകൻ അങ്ങോട്ട് ചെന്നപ്പോ ഈ അമസ്യ പറഞ്ഞു, ഇവിടെ പ്രവചനമൊന്നും വേണ്ട. നല്ല പൊളിറ്റിക്കൽ കണക്ഷനാണ് യെരോബെയാമായിട്ട്. വാസ്തവം പറഞ്ഞാൽ നല്ല പണിതീർന്ന പൊളിറ്റീഷ്യനാണ് അമസ്യ. ചെയ്ത പാര എന്തുവാണെന്ന് വെച്ചാൽ, ഈ ആമോസ് പ്രവാചകനെ കുറിച്ച് ആള് വിട്ട് പറയിപ്പിച്ചു. ആരോട്? യെരോബെയാമിനോട് പറയിപ്പിച്ചു, നിനക്കെതിരെ സംഭാഷിക്കാൻ വേണ്ടി വന്നാ പിടിച്ചോണമെന്ന്. നല്ല 1ാം ക്ലാസ് പാര വെച്ചു. പുരോഹിതനാണ്, പക്ഷെ നല്ലായിട്ട് പാര വെക്കാൻ അറിയാം. ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ആ വാക്യം കൂടെ ഒന്ന് നോക്കിക്കോണേ, പോകുന്ന വഴി ഒന്ന് നോക്കാൻ. ഈ അമസ്യാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത്ര സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണെന്ന് മനസ്സിലാക്കുന്നത് ആ 7-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ, ബഥേലിലോ ഇനി പ്രവചിക്കരുത്, അത് രാജാവിൻ്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയും. ഓ, എന്തോ ഒരു കൺസേൺ! ആരോടുള്ള കൺസേണാ? രാജാവ്. എവിടത്തെ പാസ്റ്ററാ? ബഥേലിലെ പാസ്റ്ററാ. പക്ഷേ അലയൻസ് മൊത്തം ആരുമായിട്ടാ? യെരോബെയാം. ഒന്ന് ഫോൺ എടുത്താൽ മതി, എല്ലാവരും കൂടെ ഇപ്പം വിളിച്ചിട്ട് വെച്ചേ ഉള്ളൂ. യെരോബെയാം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. അപ്പോഴാ ഇവിടെ പ്രവാചകൻ ആമോസ് വന്ന് പറയുന്നത്, ദൈവം ശിക്ഷിക്കാൻ പോവുക. അപ്പോഴേ ഫോൺ ചെയ്തിട്ട് നേരെ 7:10 എന്നാൽ ബഥേലിലെ പുരോഹിതനായ അമസ്യാവ് ഇസ്രായേൽ രാജാവായ യെരോബെയാമിൻ്റെ അടുക്കൽ ആളയച്ചു. പുള്ളിക്ക് അസിസ്റ്റൻസ് ഉണ്ട്. പെട്ടെന്ന് വിളിച്ചു, പോയി പറയണം. എന്തോ പറയണം? ആമോസ് ഇസ്രായേൽ ഗ്രഹത്തിന്റെ മധ്യേ പാരെന്ന് പറഞ്ഞാൽ നിനക്ക് വിരോധമായി. കിങ് ഐ എം ഹിയർ ആസ് പാസ്റ്റർ, യു ഡോണ്ട് വറി, ഐ വിൽ ടേക്ക് കെയർ. എന്ത് ചർച്ചിൽ നിനക്കെതിരെ വന്നാലും ഞാൻ നോക്കിക്കോളാം. കാരണം എനിക്കെന്തേലും പ്രശ്നമുണ്ടെങ്കിൽ നീ വരണേ. അതാ ചെയ്യപ്പ്. അമസ്യാവ് യെരോബെയാമിനോട് പറയുക, നിനക്കെതിരെ ആരെയും പ്രവചിപ്പിക്കത്തൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. എനിക്കെന്തേലും പ്രശ്നം വന്നാൽ നോക്കണം. അപ്പോഴാണ് യഹൂദയിൽ ആരാ പാസ്റ്റർ ഇരിക്കുന്നത്? അമസ്യാവിനെ പോലുള്ള ആളല്ല അസറിയ. അവിടത്തെ കിങ് വരുവാണ് ഇങ്ങോട്ട്. എന്തോ പറയുക? അവിടെ നിൽക്കണം, ഇങ്ങോട്ട് കയറാനൊക്കത്തില്ല. യഹൂദക്കാർക്ക് എന്തോ പ്രൈഡ് ഉണ്ടെന്നറിയാമോ? ഞങ്ങളുടെ പാസ്റ്റർ അനീതി കണ്ടാൽ ഇനി രാജാവാണെങ്കിലും ഉസിയാവാണെങ്കിലും അവിടെ നിർത്തും. ഇത് വായിച്ചപ്പോ എൻ്റെ ഹൃദയം തകർന്നുപോയി. എന്താ തകർന്നു പോയെന്ന് ചോദിച്ചാൽ, ഈ പെന്റക്കോസ്റ്റൽ മൂവ്മെന്റിൽ ഒരു തലമുറ ഉണ്ടായിരുന്നു. അവരിങ്ങനെയുള്ള യോഗത്തിന് എഴുന്നേറ്റ് നിന്ന് പറയുമായിരുന്നു, ഇങ്ങോട്ട് വിരൽ ചൂണ്ടരുത്. സാമ്പത്തിക ക്രമക്കേടില്ലാത്തവർ, നല്ല കുടുംബജീവിതമുള്ളവർ, ജനങ്ങൾക്കൊരു കാര്യം പോലും വിരൽ ചൂണ്ടാനില്ലാത്ത ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. എൻ്റെ വല്യമ്മച്ചി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു ആ പാസ്റ്റർ. ഇരിക്കുന്ന കാണുമ്പോഴേ ദൈവം വന്നിരിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ നിന്നപ്പോ യേശു ഞങ്ങളുടെ വീട്ടിൽ വന്നതുപോലെയാ ഞങ്ങൾക്ക് തോന്നിയത്. യഹൂദയ്ക്കൊരു നിഗളമുണ്ട്. എന്താ നിഗളമെന്നറിയാമോ? വി ഹാവ് എ ബിഗ് പാസ്റ്റർ. ഞങ്ങൾക്ക് അടി വരത്തില്ല, കാരണം ഞങ്ങൾക്ക് അസറിയ ഉണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ തിന്മയാ ഭവിച്ചിരിക്കുന്നത്. ഉണ്ടായിരുന്നു ഒരു ജനറേഷൻ, ഓർക്കുന്നുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 5 സാധാരണ മുക്കുവനായ പാസ്റ്ററാണെന്ന് പത്രോസ്. വീട്ടിൽ വെച്ച് അനന്യാസും സഫീറയും പറഞ്ഞു, എല്ലാം കൂടെ കൊണ്ടുവന്ന് കാൽക്കലൊന്നും വെക്കണ്ട, പുള്ളി ഇത്രയും പൈസ ജീവിതത്തിൽ കണ്ടിട്ടില്ലായിരിക്കും, മുക്കുവനാ. സാധാരണ മനുഷ്യനെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ചോദിച്ചു, എങ്ങനെയാ ഇത് രണ്ടുപേരുടെ ഒത്തത്? പിശാചി നിങ്ങളുടെ ഹൃദയം എങ്ങനെ കൈവശമാക്കി? ഇത് പാസ്റ്ററോടല്ല ഇത് ചെയ്തത്, ഇത് ദൈവത്തോടാ ചെയ്തതെന്ന് പറഞ്ഞപ്പോ അവിടെ വീണ് മരിച്ചുപോയെന്ന്. ഇത് കൃപായുഗമാ, ഒന്നും പറ്റത്തില്ലെന്ന് പറയുന്നവരെ കേൾക്കണമേ. വിദ്യാഭ്യാസമില്ലാത്ത പത്രോസിന്റെ നേരെ കപളമായിട്ട് നിന്നപ്പോ പൊടുന്നനെ താഴെ വീണ് തീർന്നെന്ന് ഫ്യൂണറൽ സർവീസ് ആഫ്റ്റർ പെന്റിക്കോസ്റ്റ്. ആ തലമുറയിൽ നിന്നും നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. എന്തോ കിട്ടിയതറിയോ?
കഥകൾ. ആ അധികാരമുള്ള അപ്പച്ചൻ്റെ ബൈബിളിന് പിടിയാ. എനിക്ക് ബൈബിള് വേണം, എനിക്ക് ബൈബിള് വേണം. എൻ്റെ അപ്പച്ചൻ്റെ ബൈബിളായത്, എൻ്റെ അപ്പച്ചൻ്റെ പേനായത്. ബൈബിള് കിട്ടി, പേന കിട്ടി, ആത്മീയ അധികാരം പോയി. ആത്മീയ അധികാരമില്ല. വല്യപ്പച്ചന് ആത്മീയ അധികാരം ഉണ്ടായിരുന്നു, പപ്പായിക്ക് ആത്മീയ അധികാരമുണ്ടായിരുന്നു. എന്നാ പപ്പായും വല്യപ്പച്ചനും എന്തോ ചെയ്തു എന്ന് കണ്ട് എനിക്ക് അടിവരത്തില്ല എന്ന് ചിന്തിച്ച യഹൂദ ചിന്തിച്ചു, അടിയെല്ലാം തടഞ്ഞു നിർത്തിക്കോളും ഈ അസരിയ. കാരണം ഉസിയാവിനെ വരെ വരച്ച് നിർത്തിയ ആള്, ഞങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്ന മാസ്റ്ററുണ്ട്, ഞങ്ങൾക്കൊരു നല്ല ലീഡറുണ്ട്, ഞങ്ങൾക്ക് അടിവരത്തില്ല എന്ന് ചിന്തിച്ചവരോട് പറയുക, കേക്കണേ, ആ തീ വരുമ്പോ ബിൽഡിങ് നോക്കി തീ അങ്ങ് പോകത്തില്ല. ആ തീ വരുമ്പോ ആരുടെ കൊച്ചുമോന എന്ന് നോക്കി തീ അങ്ങ് പോകത്തില്ല. ഇന്ന് രാത്രിയിൽ താങ്കളുടെ ന്യായപ്രമാണവുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്? അപ്പച്ചന്റെ ബൈബിൾ വീട്ടിലുണ്ടോ എന്നുള്ളതല്ല ചോദ്യം. ഈ ബൈബിൾ അനുസരിച്ചാണോ താങ്കൾ നടക്കുന്നത് എന്നുള്ളതാ ചോദ്യം. എന്റെ അപ്പച്ചന്റെ മുമ്പിൽ ആരും നിൽക്കത്തില്ലായിരുന്നു എന്നുള്ളതല്ല സാക്ഷ്യം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമോ ആള് എന്നുള്ളതാ ചോദ്യം. യഹൂദ വഞ്ചിക്കപ്പെട്ടു. യഹൂദ ചിന്തിച്ചു, ഞങ്ങൾക്ക് അസറിയ ഉണ്ട്, ഞങ്ങൾക്ക് ദിസ് ഇസ് സിറ്റി ഓഫ് ഡേവിഡ്, ദിസ് ഇസ് ജെറുസലേം, ടോറ ഉണ്ട്. അവരോട് പറയുക, അടി വരുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, ഈ SFCNA കോൺഫറൻസിന്റെ സമാപന രാത്രിയിൽ ഉണ്ടെങ്കിലും എത്ര പൈസ കൊടുത്താലും എത്ര വലിയ ബിൽഡിംഗ് പണിഞ്ഞാലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ജീവിതമെങ്കിൽ God will punish you. The fire will come in your family. ഇതിനെ തടയാൻ നമുക്ക് കഴിയത്തില്ല. ഇതിനെ തടയാൻ ഒരു ബോർഡംഗങ്ങൾക്കും കഴിയത്തില്ല. ഈ തീയെ തടയുവാൻ പൈസയ്ക്ക് കഴിയത്തില്ല. ഈ തീയെ തടയാൻ ഇൻഫ്ലുവൻസിന് കഴിയത്തില്ല. എത്രയൊക്കെ എഴുതി വെച്ചാലും ഇന്നിപ്പോ ആൾക്കാരെ വെളുപ്പിക്കാൻ എന്തൊരു എളുപ്പം. ഒരു പത്രത്തിൽ ഒരു വാർത്ത കൊടുത്താൽ മതി, എല്ലാം വെളുക്കും. എന്നാൽ തീ വരുന്ന സമയത്ത് ഈ പത്രം ഉൾപ്പെടെ കട്ടും. ഈ പത്രത്തിന്റെ വെളിച്ചത്തിലല്ല അവിടത്തെ തീ ഇറങ്ങുന്നത്. ഇന്ന് രാത്രി സ്വർഗം കാണുന്നു. എൻ്റെ സ്വഭാവം അറിയുന്നവൻ, കുടുംബ ജീവിതത്തിന്റെ അകത്തേക്ക് നോക്കുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, എൻ്റെ വാല്യൂസ് അറിയാവുന്നവൻ, എൻ്റെ വേൾഡ് വ്യൂ അറിയാവുന്നവൻ, എൻ്റെ ക്യാരക്ടർ അറിയാവുന്നവൻ, എൻ്റെ സമ്പത്തിനോടുള്ള സമീപനം അറിയാവുന്നവൻ, സ്വഭാവ ശുദ്ധീകരണത്തെ മുൻതൂക്കം കൊടുക്കാത്ത ഒരു പെന്തിക്കോസ് തലമുറയെ കേൾക്കണമേ. ആരൊക്കെ നമുക്ക് പാസ്റ്റർ ഉണ്ടെങ്കിലും ആരൊക്കെ നമ്മുടെ നേതൃത്വത്തിൽ ഉണ്ടെങ്കിലും God is going to deal with us individually. വ്യക്തിപരമായി ഡീൽ ചെയ്യുന്ന ഒരു ദൈവം. കേൾക്കണം. ഇതുപോലെ യേശുവിൻ്റെ സമയത്തും ഉണ്ടായിരുന്നു. കുറച്ച് പേരുടെ മിനിസ്ട്രി എന്ന് പറയുന്നത് അവര് മത്തായി 23:29 എഴുതിയിട്ടുണ്ട്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ പ്രവാചകന്മാരുടെ അവരുടെ പണി, പ്രവാചകന്മാരുടെ കല്ലറ പണിതും നീതിമാന്മാരുടെ കല്ലറകൾ അലങ്കരിച്ച് നടക്കുക. കണക്ഷൻസ് ആണ് ഇവർക്ക് ഇമ്പോർട്ടൻറ്റ്. ഞങ്ങൾ ഏത് ഫാമിലിയിലാണെന്നറിയാവോ? ഞങ്ങളുടെ അപ്പച്ചനായിരുന്നു ഫസ്റ്റ്. ഞങ്ങൾ കൊടുത്ത സ്ഥലത്താണ് മാവേലിക്കര ഹോൾ ഇരിക്കുന്നത്. മൊത്തം കണക്ഷനാ. എന്നിട്ട് കിട്ടുന്ന സമയം കിട്ടുന്ന പൈസയും കൊണ്ട് വലിയ കല്ലറ ഉണ്ടാക്കുക. എല്ലാവരെയും ഒന്ന് അറിയിക്കണം തീ അങ്ങോട്ട് വരത്തില്ലെന്ന്. പക്ഷേ തീക്ക് കല്ലറ നോക്കി നിൽക്കാനൊക്കത്തില്ല. കല്ലറയ്ക്കകത്ത് കിടക്കുന്നവൻ വിശുദ്ധിയുള്ള ആളാണെങ്കിൽ ആ ദിവസം എഴുന്നേൽക്കും. കല്ലറ പണിഞ്ഞുകൊണ്ട് നമ്മുടെ മേലിൽ നിന്ന് ഈ തീ പോത്തില്ലെന്ന്.
പൈസ കൊടുത്തത് കൊണ്ട് നമ്മുടെ മേളിൽ നിന്ന് തീ പോത്തില്ലെന്ന്. ഈ തീ നമ്മളിൽ നിന്നും മാറണമെങ്കിൽ we have to come in repentance. മാനസാന്തരത്തോടെ അടുത്തു വന്ന്, ഞാൻ ഈ ബൈബിളിൽ നിന്ന് അകന്നുപോയി കർത്താവേ, എൻ്റെ പിതാവ് നിന്ന വാല്യൂസിൽ നിന്ന് ഞാൻ മാറിപ്പോയി കർത്താവേ. ഈ കഴിഞ്ഞിടയിൽ ഞാൻ ഉദയപൂരിൽ എൻ്റെ ഒരു സ്നേഹിതനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഒരിക്കൽ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കുകയൊക്കെ ചെയ്ത ആളാണ്. കാഷ്വൽ കോൺവെർസേഷൻ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ഇമാജിൻ അവർ അപ്പച്ചൻ വുഡ് കം ബാക്ക് ആൻഡ് സ്റ്റാൻഡ് ബിഫോർ യു നൗ, വാട്ട് ഹി വിൽ ഫീൽ. അദ്ദേഹം പറഞ്ഞു, ഐ എം ഫീലിംഗ് സംതിങ് ഇൻ മൈ ബോഡി, ഐ ഹവ് നെവർ തോട്ട് അബൌട്ട് ഇറ്റ്. ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പച്ചൻ, ആ പഴയ അപ്പച്ചൻ, ഗ്ലോറി ചെയ്തുകൊണ്ട് നടക്കുന്ന അസറിയ, ഉസിയാനെ വരച്ചവർക്ക് നിർത്തിയ ആള് ഇന്ന് മുമ്പോട്ട് വന്നായിരുന്നെങ്കിൽ എന്തായിരുന്നു നടക്കുന്നത്? നമ്മുടെ വീട്ടിൽ താമസിച്ചേനേമോ? നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ എൻഡോഴ്സ് ചെയ്തേനേമോ? അതോ പറഞ്ഞേനേമോ, മോനെ റിപ്പന്റ്, നീ മാനസാന്തരപ്പെടണം, എൻ്റെ കെയർ ഓഫിൽ നിനക്ക് പോകാൻ ഒക്കത്തില്ല. നോക്കണം നോക്കണം നോക്കണം, ശ്രദ്ധിക്കണേ. ഇവിടെ സംഭവിക്കുന്നത് കേൾക്കണം. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. ഇന്നിൻ്റെ മുമ്പിലിരിക്കുന്ന സമൂഹമേ, നമ്മൾ കൈപിടിച്ചോണ്ട് നടക്കുന്ന ഈ ദൈവം, തെറ്റിദ്ധാരണയിൽ നമ്മൾ കൈപിടിക്കരുത്. നമ്മളുടെ ലൈഫ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം കൈ പിടിച്ചിരിക്കുന്നത് വിശുദ്ധനായ ദൈവത്തിൻ്റെ കയ്യിലാണ്. യഹൂദയ്ക്ക് പറ്റിയത് പ്രോസ്പെരിറ്റി അവരെ മന്ദീഭവിച്ചു. ആ കട്ടിലിൽ കിടന്നപ്പോൾ ബൈബിൾ വായിക്കാൻ മറന്നുപോയി. പിന്നെ അവരുടെ മനസ്സിൽ വന്നു, ഇവരൊക്കെ ഉണ്ടല്ലോ, അസറിയ ഒക്കെ ഉണ്ടല്ലോ, ബൈബിൾ വായിച്ചില്ലല്ലോ, എൻ്റെ അപ്പച്ചൻ ഉണ്ടല്ലോ. ഇതിൻ്റെ നടുവിലാണ് പറയുന്നത്, യഹൂദായെ, എത്ര അസറിയ ഉണ്ടെങ്കിലും തീ വരുന്നു നിന്റെ നേരിൽ തീ വരുന്നു. ഈ കോൺഫറൻസിൽ ശ്രദ്ധിക്കണമേ. നിങ്ങൾ ഇന്നലെയും ചിന്തിച്ചു കാണും, ഞാൻ ഇന്നും ചിന്തിച്ചു. തെക്കിൽ നിന്നും ഒരു ആമോസ്, ഒരു കർഷകനായ ആമോസ്, ഒരു ഷെപ്പേർഡായ ഇടനായ ആമോസ് തെക്കിൽ നിന്നും നടന്ന് അങ്ങോട്ട് പോകാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വചനത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ഇന്നും ദൈവം അന്വേഷിക്കുന്ന ഒരു തലമുറയെ. കേൾക്കണമേ, മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ വ്യക്തി പറഞ്ഞ ഒരു കാര്യം, pulpit is the throne for the word of God. The highest form of worship. എന്തുവാ the highest form of worship? Is the preaching of the word of God. ഏറ്റവും ഉന്നതമായ ആരാധന എന്ന് പറയുന്നത് പുൾപിറ്റിന്റെ പുറകിൽ നിന്ന് ദൈവവചനം ശക്തിയോടെ മറകൂടാതെ ആൾക്കാർക്ക് വിളമ്പിക്കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത്. കാരണം വചനം കേൾക്കാത്തടത്ത് പാപബോധം ഉണ്ടാകത്തില്ല, വചനം കേൾക്കാത്തടത്ത് മാനസാന്തരം ഉണ്ടാകത്തില്ല, വചനം കേൾക്കാത്തടത്ത് തെറ്റിലാ ഞാൻ നടക്കുന്നതെന്നുള്ള ചിന്ത വരത്തില്ല. ഇന്ന് രാത്രിയിൽ ദൈവം ഒരു ജനറേഷനെ അന്വേഷിക്കുന്നു. ഞാൻ ആ ജനറേഷനെ വിളിക്കുന്നത് ദി ആമോസ് ജനറേഷൻ. ആമോസിന്റെ ഒരു ജനറേഷൻ. എന്താ? ഇടം വലം നോക്കാതെ ദൈവം പറയുന്നത് വിളിച്ചു പറയുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തിന്റെ വചനം മേളിൽ പിടിക്കുന്ന ഒരു തലമുറയെ ദൈവം ഈ ദേശത്തിൽ അന്വേഷിക്കുന്നു. സാധാരണ ഇതെങ്ങനെ പറയാതിരിക്കും, സമയം കഴിയുന്നു. സാധാരണ ഈ വചന ശുശ്രൂഷ ന്യായപ്രമാണത്തെ നിരസിക്കാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം സമ്പത്ത് കൊണ്ട് പറ്റി, കണക്ഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഓർത്ത് ഇതെല്ലാം ശരിയാവുമെന്ന്. വേറൊന്ന്, കുറേ ആൾക്കാർ പുൾപിറ്റിൽ വന്ന് കൺഫ്യൂസ് ചെയ്ത് ജനങ്ങളെ. അവർ ചോദിക്കുന്നൊരു ചോദ്യം, യു വാണ്ട് സ്കോളർ ഓൺ ഐസ് ഓർ ഫൂൾ ഓൺ ഫയർ? എന്തോ വേണ്ടിയേ? സ്കോളർ ഓൺ ഐസ് എന്ന് പറഞ്ഞാൽ ബൈബിൾ കോളേജിലൊക്കെ പോയിട്ടുള്ളവരും ക്രമമായിട്ട് വല്ലതും പറയുന്നവരാണ് ഇത് ഐസ് 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 എന്ന് പറഞ്ഞാൽ തണുപ്പായിരിക്കുമെന്ന് ഉറങ്ങിപ്പോവും. ഡു യു വാണ്ട് സ്കോളർ ഓൺ ഐസ് ഓർ ഫൂൾ ഓൺ ഫയർ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ സംസാരിക്കും, പക്ഷെ ബൈബിൾ നോക്കത്തില്ല.
ഓടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്, ഇളക്കോ, ഇന്ന് വല്ലതും നടക്കും, ഇപ്പം വല്ലതും നടക്കും. ഞാൻ ദൈവവചനവുമായിട്ട് ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അന്ത്യ കാലഘട്ടങ്ങളിൽ ഈ ജനറേഷനിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകിയ ഒരു കൂട്ടത്തെ, എങ്ങനെയുള്ള കൂട്ടമാണെന്നറിയാമോ? സ്കോളർ ഓൺ ഐസ് അല്ല, ഫൂൾ ഓൺ ഫയർ അല്ല, സ്കോളേഴ്സ് ഓൺ ഫയർ. ദൈവവചനം പഠിച്ചിട്ട് അത് കേവലം ബുദ്ധിയിൽ 4 കാര്യം പറയുന്നതല്ല, അവരുടെ പ്രാർത്ഥനാ മുറിയിൽ നിന്നും ദൂതേറ്റെടുത്ത് മനുഷ്യന്റെ മുഖം നോക്കാതെ മാനസാന്തരത്തിലേക്ക് തിരിക്കുന്ന, ഇന്ന് നിങ്ങളുടെ ചിലരുടെ മേൽ ഒരു നിയോഗത്തിന്റെ രാത്രിയാണിത് കേട്ടോ. ദൈവവചനം സംസാരിക്കുവാൻ വേണ്ടി ഒരു അഭിഷേകം ദൈവം തരുന്ന രാത്രിയാണ്. ദൈവത്തിന്റെ ഒരു പുതപ്പ്, ഒരു കമ്മീഷൻ, ഒരു നിയോഗം ദൈവം തരുന്ന രാത്രിയാണിത്. അത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളിൽ എത്ര പേർ? നിങ്ങളിൽ എത്ര പേര് പറയും, എന്റെ തലമുറയുടെ മേൽ ആ നിയോഗം വരണമേ? അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോ ദൈവവചനം ശോഭിക്കുവാനായി, അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോ ദൈവവചനം മുഖം നോക്കാതെ ശുശ്രൂഷിക്കാൻ ഒരു അനോയിന്റിങ്, ഒരു അഭിഷേകം അവന്റെ മേൽ പകരണമേ, എന്റെ മേൽ പകരണമേ. ഈ കോൺഫറൻസ് ഒരു പ്രത്യേക കോൺഫറൻസ് ആണ്. ഇതിനകത്തുനിന്ന് ദൈവം മിഷണറീസിനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഇതിനകത്തുനിന്ന് ദൈവം പ്രീച്ചേഴ്സിനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അനേക സ്റ്റേറ്റുകളിൽ യാത്ര ചെയ്ത് പ്രൊഫറ്റിക് മിനിസ്ട്രി ചെയ്യുന്ന, ദൂതുകൾ പറയുന്ന ശുശ്രൂഷകർ ഇന്ന് എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യെസ്, അത് എനിക്ക് വേണമേ, എനിക്ക് വേണമേ, എന്റെ വീട്ടിൽ വരണമേ. ആ അഗ്നി എന്റെ മേൽ വീഴണമേ, ആ അഭിഷേകം എന്റെ മേൽ വീഴണമേ. ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൂത് വിളിച്ചു പറയാൻ, അസറിയാവിന്റെ കഥയല്ല, സമ്പത്തിന്റെ കൊഴുപ്പല്ല, അഭിഷേകത്തോടെ പ്രവചന ദൂത്. ഓ സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാകട്ടെ. പിശാചിനെ വിറപ്പിക്കുന്ന ഒരു തലമുറ, വചനം ശുശ്രൂഷിക്കുന്ന ഒരു തലമുറ, വചനത്തിന്റെ മുമ്പിൽ ഭയപ്പെടുന്ന ഒരു തലമുറ, വചനത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു തലമുറ. അഗ്നി പോലെ വചനം, യെരമ്യാവ് പറയുന്നു, അതെന്റെ അസ്ഥിയിൽ, ഇറ്റ് വാസ് ലൈക്ക് എ ഫയർ. ദൈവവചനം ഒരഗ്നിയായി അസ്ഥികളിൽ ഇറങ്ങി വരുന്ന ഒരു തലമുറ ഇതിനകത്ത് ഇന്ന് രാത്രിയിൽ എഴുന്നേൽക്കട്ടെ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പേഴ്സണാലിറ്റി അല്ല ഇവിടെ കാര്യം, എഡ്യൂക്കേഷൻ അല്ല ഇവിടെ കാര്യം. ഇതൊരു നിയോഗത്തിന്റെ രാത്രിയാണ്, ഇതൊരു പുതപ്പ് വീഴുന്ന രാത്രിയാണ്, വചനത്തിനായി കണ്ണ് തുറക്കുന്ന ഒരു രാത്രിയാണ്. ഓ പാരമ്പര്യങ്ങൾ രക്ഷിക്കുകയില്ല, പാട്ടുകൾ രക്ഷിക്കുകയില്ല, കുറെ പത്രാസ് രക്ഷിക്കത്തില്ല. രക്ഷിക്കാൻ ശക്തി വചനത്തിന്റെ അകത്ത് ഇരിപ്പുണ്ട്. യെരമ്യാവ് പറയുന്നു, ഈ വചനം എന്റെ അസ്ഥിയിൽ അഗ്നി പോലാണ്. ഈ അഗ്നിയാൽ നിറയപ്പെട്ടവർ എഴുന്നേറ്റ് നിന്ന് വാ തുറന്നാൽ കാലഘട്ടത്തിന്റെ ദൂത് മനുഷ്യന്റെ മുഖം നോക്കാതെ ശുശ്രൂഷിപ്പാനായി, യേശുവിന്റെ വരവിനായി ഒരു കൂട്ടം ആൾക്കാരെ ഒരുക്കുവാനായി ഇന്ന് രാത്രിയിൽ ഒരു തുടക്കം ഇതിനകത്ത് ദൈവം തരുന്നു. ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്. ഒരു കാര്യം കൂടെ എനിക്ക് പറയണം, എനിക്ക് ഒരു കാര്യം കൂടെ പറയാൻ നിങ്ങൾ അവസരം തരണം. ഒരു കാര്യം കൂടെ പറയാൻ ഒരു അവസരം തരണം. എനിക്കറിയാം ഒരു തലമുറയെ, അവരുടെ നാവിലുണ്ടായിരുന്ന 2 വാക്കുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ വാക്ക്? ഞാൻ കൊച്ചിലെ ഓർത്ത് ഇവര് ചുമ്മാ അങ്ങ് പറയുന്നതാ, പക്ഷെ ഇന്ന് എനിക്കറിയാം അവർ പറഞ്ഞെന്താന്ന്.
ഓരോ പ്രതിസന്ധി വരുമ്പോ അവര് പറഞ്ഞ 2 വാക്കുണ്ട്: രക്തത്താലും വചനത്താലും ജയം. പണത്താലും സ്വാധീനത്താലും അല്ല ജയം. പണത്താലും സ്വാധീനത്താലും അല്ല ജയം. രക്തത്താലും വചനത്താലും ജയം. വചനത്താൽ ജയം. വചനത്താൽ ജയം. ചിലപ്പോ പിശാചേ വിടിരിക്കുന്ന നിങ്ങളിൽ ചിലരുടെ ഉറക്കം കെടുത്തി മനസ്സിനെ ബന്ധിച്ച് ഒരു ആങ്സൈറ്റിയും ഡിപ്രഷനും ഇട്ട് മാനസിക നില പോലും തെറ്റുന്ന അവസ്ഥയിലുള്ളവരുണ്ടെങ്കിൽ കേൾക്കണം, ഇതിന്റെ ജയം ഇരിക്കുന്നത് രക്തത്താലും വചനത്താലും ജയം. സാഹചര്യത്തെ നോക്കി പറ, വചനത്താൽ ജയം. ഉളവാക്കുന്ന ദൈവത്തിന്റെ വചനം, സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ വചനം. ഉളവാക്കുന്ന ദൈവത്തിന്റെ വചനം, സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ വചനം, കരുതുന്ന ദൈവത്തിന്റെ വചനം, പുതിയ നിയോഗങ്ങൾ തരുന്ന ദൈവത്തിന്റെ വചനം. പാട്ട് പാടാൻ റെഡിയായി നിൽക്കുകയാണ് നമ്മൾ. ഒരുമിച്ച് പാടാനും ആരാധിക്കാനും പോവുകയാണ്. പക്ഷേ ഐ ആം സ്ട്രോങ്ലി ഫീലിംഗ് ഇൻ മൈ സ്പിരിറ്റ് this evening is incomplete without asking you to respond to this message. അതിന് ചെയ്യാൻ പോകുന്നത് ഒരു വാക്കൂടെ ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഈ വചനം സംസാരിക്കാനുള്ള കൃപ എനിക്ക് പുതുതായി വേണം കർത്താവേ. എനിക്ക് അസറിയാവിൻ്റെ അതിൽ നിൽക്കാനല്ല, എനിക്ക് പേഴ്സണലി വചനം ധ്യാനിച്ച് ആത്മീക അധികാരം പ്രാപിച്ച് ഈ തലമുറയിൽ ആമോസിനെ പോലെ ശുശ്രൂഷിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് പറയുന്നവർ മുമ്പിലേക്ക് വരണം. ഈ അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തെ പല പ്രാവശ്യം സ്പർശിച്ച പ്രസിദ്ധനായ ജോൺ വെസ്ലിയുടെ ഒരു പദം പറഞ്ഞിട്ട്, ഒരു കൊട്ടേഷൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ജോൺ വെസ്ലി ഇങ്ങനെയാ പറഞ്ഞത്: Give me 100 preachers who fear only sin, who desire only God. Only they can shake the gates of the hell. Amen. And bring heaven on earth. Glory. മനസ്സിലാവുന്നുണ്ടോ? പാപത്തെ മാത്രം, ദൈവമേ വരരുത്, പാപത്തെ മാത്രം പേടിക്കുന്ന, ദൈവത്തെ മാത്രം ആഗ്രഹിക്കുന്ന 100 പ്രസംഗകരെ ജോൺ വെസ്ലി പറയുക, അവരിലൂടെ പാതാള ഗോപുരങ്ങൾ ഇളകും. അവരിലൂടെ സ്വർഗത്തിന്റെ അനുഭവം സഭകളിൽ വരും. ഞാൻ വിശ്വസിച്ചോട്ടെ, ആ 100 പ്രസംഗകരിൽ കുറെ പേർ ഇന്ന് ഇതിനകത്ത് നിപ്പുണ്ട്. പാതാള ഗോപുരങ്ങളെ ഷെയ്ക്ക് ചെയ്യുന്ന ഒരു മിനിസ്ട്രി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, പാതാള ഗോപുരങ്ങളെ കുലുക്കുന്ന ദൈവവചനത്തിന്റെ ശുശ്രൂഷ. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ഒരു ആത്മീക യുദ്ധത്തിലേക്ക് പ്രവേശിച്ച് അന്ധകാര ശക്തിയെ വെട്ടുന്ന, ഇടിക്കുന്ന ഒരു വചന ശുശ്രൂഷ. അതിനായുള്ള ഒരു നിയോഗം, അതിനായുള്ള ഒരു വിളി, അതിനായുള്ള ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ നിൽക്കുന്നിടത്ത്, യെസ് ഐ ക്യാൻ ഫീൽ ഇത് എന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. ഐ ക്യാൻ ഹിയർ ദ റോർ. എനിക്ക് കേൾക്കാം ആ സിംഹഗർജനം. ആമോസിനെ പോലെ എന്നെ അയക്കണമേ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എന്നെ ഒരു തീപ്പന്തമായി എറിയണമേ. വചനം എന്റെ അധരങ്ങളിൽ തന്ന് എന്നെ ഉപയോഗിക്കണമേ. ആ ഒരു വിളി ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറയുന്നവർ മാത്രം ഓടി മുമ്പിലേക്ക് വരണം. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഒരു സന്ദർശനം നിങ്ങളുടെ മേൽ ദൈവം ഇന്ന് രാത്രി അയക്കും.
എവിടെ വചനം പ്രസംഗിക്കപ്പെടുന്നു അതിനെ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി, അതിനെ ഓട്ടോഗ്രാഫ് പോലെ ഒപ്പിടുന്ന ദൈവത്തിന്റെ ശക്തി. സ്വർഗമേ, മാളിക മുറി പോലെ ഞങ്ങളുടെ മേലൊന്ന് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ അധരങ്ങളെ തൊടണമേ, ഞങ്ങളുടെ അധരങ്ങളെ തൊടണമേ. യെശയ്യാവിനെ തൊട്ടതുപോലെ അഗ്നിയാൽ ഞങ്ങളെ തൊടണമേ. അത്യന്ത ശക്തി, അത്യന്ത ശക്തി, ഉയരത്തിലെ ശക്തി സഹോദരങ്ങളുടെ മേൽ വരുന്നു. പിടിച്ചു നിൽക്കാൻ ഒക്കാത്ത ദൈവത്തിന്റെ ശക്തി, നിന്നെ ആൾ മാറിയവരാക്കുന്ന ദൈവത്തിന്റെ ശക്തി, ഒരു തലമുറയെ ദൈവത്തിലേക്ക് തിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ഇന്ന് മുതൽ വചനധ്യാനം ഒരു ബോറിംഗ് അനുഭവമല്ല. കമന്റേറ്റേഴ്സ് എഴുതാത്ത ഇൻസൈറ്റുകൾ, ഒരു ബുക്കിലും വായിക്കാത്ത ആശയങ്ങൾ, സ്വർഗം തന്നെ നേരിട്ട് അടുത്തിരുന്ന് സ്വർഗത്തിന്റെ ഹൃദയം പങ്കിടുന്ന ഒരു പ്രത്യേക അനുഭവം. കൂടെ നടന്ന കേൾക്കാം ഈ കാലഘട്ടത്തോട് ദൈവത്തിന് പറയാനുള്ള ശബ്ദം. എന്റെ മുമ്പിൽ നിൽക്കുന്നവരെ കേൾക്കണമേ, നമ്മൾ കേൾക്കുന്ന പോപ്പുലർ സർമണുകളല്ല. ആമോസിനെ പോലെ ഒഴുക്കിനെതിരെ നീന്തുവാനായി പ്രാർത്ഥനാ മുറിയിൽ നിന്ന് മുട്ടിന്മേലിരുന്ന് പ്രാപിച്ചുകൊണ്ട് ശുശ്രൂഷിപ്പാനായി ഒരു നിയോഗം ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ അയക്കുന്നു. ഈ ശക്തി നമ്മുടെ